യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ശ്രമിച്ചിരുന്നു. താൽക്കാലിക പരിഹാരമല്ല, നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വ്യക്തമാക്കി. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നാളെ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ രാജ്യം നടത്തിയ തീവ്ര ശ്രമങ്ങൾ ഫലം കണ്ടു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി യമൻ ഭരണകൂടം അറിയിച്ചു. നയതന്ത്ര ചർച്ചകൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും മതപണ്ഡിതന്മാർ മുഖേനയും യമനിലെ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ വഴിയും കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങളാണ് നിമിഷപ്രിയയ്ക്ക് ആയുസ് നീട്ടി നൽകിയത്. കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തിയതാണെന്നും രാജ്യം വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുവെന്നും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ചൂണ്ടിക്കാട്ടി. വിദേശകാര്യ മന്ത്രാലയം ദിവസവും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം വരെ പോരാട്ടം തുടരുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. പല ഡിപ്ലോമാറ്റിക് ചാനൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഫൈനൽ സൊല്യൂഷൻ വരുന്നതുവരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പബ്ലിക് ഡൊമൈനിൽ പുറത്തു വന്നാൽ അത് ഇതിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. ഇന്ത്യൻ സർക്കാരിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി നഴ്സായിട്ടുള്ള ശ്രീമതി നിമിഷ സേഫായിട്ട് ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അത് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ പലരും ഇപ്പം ഈ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധമുള്ള ഒരുപാട് പേർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് അപ്രീഷിയേറ്റ്സ് ഓൾ ദി എഫേർട്സ് ബൈ എവറിബഡി, ആൻഡ് ദ ഗവൺമെൻറ് ഇസ് ensuring that we will do everything possible in a diplomatic manner to ensure that they could be a solution. നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും നിരന്തരം വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു. നിമിഷപ്രിയയെ രാജ്യത്ത് മടക്കിക്കൊണ്ടുവരാൻ ഉതകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നു. ജനം, ഡൽഹി.